നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് ചാവക്കാട് ലിങ്ക് സെന്റർ 6ാം വാർഷികം ആഘോഷിച്ചു. ക്യാൻസർ ബാധിതരായ കുട്ടികൾക്കും പാവപ്പെട്ട കുട്ടികളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സൊലേസ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ഷീബ അമീർ ഉദ്ഘാടനം ചെയ്തു. 2001 ഞാൻ തിരിച്ചു നാട്ടിലേക്ക് വരുന്നത്. അന്ന് ഞാനിങ്ങനെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, നൂർദീനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് മനസ്സിലായല്ലോ. തായറയും ഒക്കെ അവര് നിരന്തരം നീലുവിനെ കാണാൻ വരും. അങ്ങനെയുള്ള എന്റെ മനസ്സിൽ ഉറച്ച് ഇപ്പൊ ഇവര് പറയുമ്പോഴും പറഞ്ഞല്ലോ, ഒരു വീട്ടമ്മ, ഒരു സാധാരണ വീട്ടമ്മ ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെയും പ്രശ്നം കണ്ടിട്ട് കുട്ടികൾക്ക് വേണ്ടി ചെയ്യണമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. സെന്റർ പ്രസിഡന്റ് NK ബഷീർ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ മുഖ്യാതിഥിയായിരുന്നു. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ലീന സജീവൻ, രാമകൃഷ്ണ മേനോൻ, മൊയിനുദ്ദീൻ കാരയിൽ, ഷാക്കിർ, ജോയ് ചീരൻ എന്നിവർ ആശംസകൾ നേർന്നു. ഫിസിയോതെറാപ്പിസ്റ്റ് നിവേദ്യ, സിസ്റ്റർ സുജിത എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PC മുഹമ്മദ് കോയ, പ്രോഗ്രാം കോർഡിനേറ്റർ AC ബാബു, നഴ്സ് സുജിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭക്ഷ്യക്കിറ്റ് വിതരണവും കേരള മാപ്പിളകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഗാനമേളയും കലാവിരുന്നും ഉണ്ടായിരുന്നു. ആൽഫ പാലിയേറ്റീവ് കെയർ വെള്ളാങ്കല്ലൂർ സെന്ററിൽ പ്രതിമാസാവലോകന യോഗം ചേർന്നു. പ്രസിഡന്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ആക്ടിംഗ് പ്രസിഡന്റ് ഷഫീർ കാരുമാത്ര, നഴ്സ് സിന്ധു വിജയൻ, ഫിസിയോതെറാപ്പിസ്റ്റ് ലയ KS, ഓഫീസ് സ്റ്റാഫ് മർജാന പർവീൻ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗവേണിംഗ് കൗൺസിൽ അംഗം ഇന്ദിര ശിവരാമൻ, സീനിയർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ഫാബിൻ ബേബി, അബ്ദുൾ അസീസ്, TSK, പ്രൊഫസർ വർഗീസ്, മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ട്രോക്ക് വന്ന് ശരീരം തളർന്ന തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി ഉദയന് കൈത്താങ്ങായി ആൽഫ ഇരിങ്ങാലക്കുട സെന്റർ. മക്കളില്ലാത്ത ഇവർക്ക് സ്വന്തമായി ഒരു വീട് ഉണ്ടായിരുന്നില്ല. ഒരു ടാർപ്പായ വലിച്ചുകെട്ടി അതിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ആൽഫ ഇരിങ്ങാലക്കുട സെന്ററും സേവാഭാരതിയും ചേർന്ന് ഒരു ഭവനം ഇവർക്ക് നിർമ്മിച്ചു നൽകി മാതൃകയാവുകയാണ്. മരുന്നുകളും ആവശ്യമായ ഭക്ഷ്യക്കിറ്റും ആൽഫ വോളണ്ടിയർമാർ സന്ദർശിച്ച് കൈമാറി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.